തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ കോടതിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. നഷ്ടപരിഹാരം കണക്കാക്കാൻ പ്രത്യേക കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും വെടിക്കെട്ട് നിയന്ത്രിക്കണമെന്നുമാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ആദ്യം പ്രതികരണം കേട്ടുവരാം. കേസിന് പോകണമെന്നാണ് ഇപ്പം തീരുമാനം. കേസിന് പോകുന്നത് വെറുതെ പോയാൽ പോരാ, ഒരു കമ്മീഷനെ കോടതി തന്നെ കമ്മീഷൻ തീരുമാനിച്ച് ഇതിൻ്റെ എത്ര നാശനഷ്ടങ്ങൾ എങ്ങനെയാണെന്ന് കോടതി നാശനഷ്ടങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദി, അത് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ കോൺട്രാക്ടറാണോ അല്ലെങ്കിൽ കരയോഗമാണോ, അവരിൽ നിന്ന് ഈ നഷ്ടപരിഹാരം ഈടാക്കി ഈ ഏറ്റവും കൂടുതൽ വിക്ടിമായ ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും ആദ്യം ഇതിന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് വീടുകൾ പണിത് കൊടുക്കാനോ അല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും, പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് കഴിഞ്ഞാൽ ജനാലകളും ഡോറും എല്ലാം പോയിട്ടുണ്ട്, അതിൻ്റെ ഒരാഴ്ച കൊണ്ടുപോകണമെന്ന് കോടതിയിൽ നാളെ തന്നെ അഡ്വക്കേറ്റിനെ കണ്ടു കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ നാട്ടുകാർക്കുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവരുടെ വീടിനൊക്കെ പലപ്പോഴും വലിയ കേടുപാടുകൾ ഉണ്ടായി. അപ്പോൾ തുടർച്ചയായിട്ട് വെടിക്കെട്ടുണ്ടാവുന്നു. അതിനെതിരെയുള്ള നടപടി വേണം, അത് നിയന്ത്രിക്കണം എന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടപരിഹാരം ആരിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്? അർജുൻ. അരുൺകുമാർ, ഈ കാര്യത്തിൽ അവരൊരു കൃത്യമായ ഒരു വ്യക്തത അവർക്ക് വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഈ ആക്ഷൻ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ഏതാണ്ട് 250ഓളം പേരാണ് ഈ ആക്ഷൻ കൗൺസിലിലെ യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നഷ്ടപരിഹാരം ഈടാക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ അവർ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും സ്വാഭാവികമായും ഇതിലൊരു ഹർജി നൽകുക. ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുക. ഈ കമ്മീഷൻ അവിടെയുള്ള നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി അത് കൃത്യമായി കണക്കാക്കുക. അതിനുശേഷം ഇത് ആരാണോ ഇതിന് ഉത്തരവാദി, അത് സർക്കാരാണെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ കരാറുകാരാണെങ്കിൽ കരാറുകാരൻ, ആരാണോ ഇതിൽ കുറ്റക്കാരനായി കണ്ടെത്തുന്നത് അവരിൽ നിന്ന് ഈടാക്കി നൽകുക. അത് സമയബന്ധിതമായി തന്നെ ഈടാക്കി നൽകുക എന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതാണ്ട് 150-ലേറെ വീടുകൾക്കാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അവർ കണക്കാക്കുന്നത്. ഇതിൽ 15ഓളം വീടുകൾ പൂർണ്ണമായി തന്നെ നശിച്ചു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും അവരുടെ ഒരു തുടർ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ വെടിക്കെട്ട് സംസ്ഥാന വ്യാപകമായി തന്നെ വെടിക്കെട്ട് ഇത്തരത്തിൽ കൃത്യമായി നിയന്ത്രിക്കുക എന്നൊരു ആവശ്യം കൂടി ഇവരുടെ ഹർജിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടുകാർക്കും പൊറുതിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വെടിക്കെട്ടിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ അത് കണക്ക് കൂട്ടാൻ പോലും ചിലർക്ക് കഴിയുന്നില്ല. കാരണം പുതുതായിട്ട് വീടൊക്കെ വെച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഒരു സ്ഫോടനം ഉണ്ടാവുന്നു, വീടിൻ്റെ ചില്ലുകളും വാതിലുകളും ഒക്കെ തകരുന്ന അവസ്ഥയുണ്ടാവുന്നു. അത് സ്വാഭാവികമായും അവരിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. പക്ഷേ ആര് നഷ്ടപരിഹാരം കൊടുക്കും? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു നാഥനുണ്ടാകുമോ ഈ തീരുമാനത്തിന് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടവരെയും പടക്കം വിതരണം ചെയ്തവരെയും, ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിൽ നിന്ന് പടക്കം വിതരണം ചെയ്ത് അനുമതിയില്ലാത്ത സ്ഥലത്ത് പടക്കം പൊട്ടിക്കാൻ പോയി, അനുമതിയോ മുൻകൂർ അനുവാദമോ ഇല്ലാത്ത സ്ഥലത്ത് പടക്കം ശേഖരിച്ച് അടിമുടി ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളും നടന്നതാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. നാട്ടുകാർ വെടിക്കെട്ട് നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യവും നാട്ടുകാർ പറഞ്ഞു. ഇത് കുറച്ചുനാൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, അവരിതിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നൊരു പ്രതികരണം കൂടിയുണ്ട്.